അറിവിന്റെ പുതിയ ആകാശം. വിദ്യാഗീതം സ്കൂൾ റേഡിയോ, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, ശ്രീകണ്ഠപുരം. ഇന്നത്തെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നിങ്ങളുടെ കൂടെ ഞാൻ ഗോകുല കൃഷ്ണൻ 8th D, ഞാൻ അമയ KV 10th E. ഇന്ന് ഏപ്രിൽ 18. 20ാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രതിഭാധനനായ ശാസ്ത്ര ഗവേഷകനായ ആൽബർട്ട് ഐൻസ്റ്റീനിന്റെ ഓർമ്മദിനം. ആധുനിക ഭൗതികശാസ്ത്രത്തിന്റെ പിതാവെന്നറിയപ്പെടുന്ന ആൽബർട്ട് ഐൻസ്റ്റീൻ 1879 മാർച്ച് 14 ജർമ്മനിയിലെ ഉൽമിൽ ജനിച്ചു. ആൽബർട്ടിന്റെ പിതാവ് ഹെർമൻ ഐൻസ്റ്റൈൻ ഒരു ഇലക്ട്രിക്കൽ കട ഉടമയായിരുന്നു. അമ്മ പൗളിൻ നല്ല വിദ്യാഭ്യാസം നേടിയ ഒരു സ്ത്രീയായിരുന്നു. ലജ്ജാശീലനും സ്വപ്നജീവിയുമായിരുന്നു ബാലനായ ഐൻസ്റ്റീൻ. ആൽബർട്ട് വളരെ വൈകിയാണ് സംസാരിക്കാൻ തുടങ്ങിയത്. 6 വയസ്സു മുതൽ സംഗീതത്തിൽ അതീവ തൽപരനായിരുന്നു. പഠനം പൂർത്തിയാക്കിയ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട അധ്യാപക ജോലി കിട്ടിയില്ല. അദ്ദേഹം ബെർണിയിലെ സ്വിസ് പേറ്റന്റ് ഓഫീസിൽ ജോലിക്ക് ചേർന്നു. യുഗോസ്ലാവിയക്കാരി ശാസ്ത്ര വിദ്യാർത്ഥിനി ആയിരുന്ന മിലോവ മാറക്കിനെ അദ്ദേഹം വിവാഹം ചെയ്തു. 2 പുത്രന്മാർ ജനിച്ചു. ഒഴിവു സമയത്ത് അദ്ദേഹം ഭൗതിക പരീക്ഷണങ്ങളിൽ മുഴുകി. 1905 5 ഗവേഷണ പ്രബന്ധങ്ങൾ അദ്ദേഹം പ്രസിദ്ധീകരിച്ചു. അതിലെ വിപ്ലവകരമായ ചില ആശയങ്ങൾ ശാസ്ത്രലോകത്തെ പിടിച്ചുകുലുക്കി. അതിലൊരു പ്രബന്ധം പ്രശസ്തമായ ആപേക്ഷികതാ സിദ്ധാന്തം, തിയറി ഓഫ് റിലേറ്റിവിറ്റി ആയിരുന്നു. അതിൽ പ്രപഞ്ചത്തിലെ വസ്തുക്കളുടെ കേവലമായ ചലനം ഒരു മിഥ്യയാണെന്നും ആപേക്ഷികമായ ചലനം മാത്രമേ ഉള്ളൂ എന്നും അദ്ദേഹം വാദിച്ചു. മറ്റൊരു പ്രബന്ധത്തിൽ അദ്ദേഹം വസ്തുവും ഊർജവും തമ്മിലുള്ള ബന്ധം ചർച്ച ചെയ്തു. ഈ പ്രസിദ്ധ നിർവചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് 1945 ആറ്റം ബോംബ് ഉണ്ടാക്കിയത്. 1906 സൂറിച്ച് സർവകലാശാല അദ്ദേഹത്തെ പ്രൊഫസറാക്കി. 1916 അദ്ദേഹം ആപേക്ഷികതയുടെ പൊതു സിദ്ധാന്തം, ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി പ്രസിദ്ധീകരിച്ചു. അത്യന്തം സങ്കീർണമായിരുന്ന ഈ സിദ്ധാന്തം അദ്ദേഹത്തെ ഒരു മഹാശാസ്ത്രകാരനാക്കി മാറ്റി. 1921 അദ്ദേഹം നോബൽ സമ്മാനത്തിന് അർഹനായി. ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവത്തെക്കുറിച്ചുള്ള പഠനമാണ് ഐൻസ്റ്റൈനെ നോബൽ സമ്മാനാർഹനാക്കിയത്. ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന പ്രതിഭ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയെ എന്നേക്കുമായി മാറ്റിമറിച്ച വ്യക്തിയാണ്. ഭൗതികശാസ്ത്ര ഗവേഷകൻ എന്ന നിലയിലുള്ളതിനേക്കാൾ വലുതായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം. ഐൻസ്റ്റീന്റെ ആപേക്ഷികതാ സിദ്ധാന്തം ഭൗതികശാസ്ത്രത്തിൽ വിപ്ലവം സൃഷ്ടിച്ചു. സമയം, സ്ഥലം, ഗുരുത്വാകർഷണം എന്നിവ കേവലമല്ല, പരസ്പര ബന്ധിതമായ ആശയങ്ങളാണെന്ന് ഇത് കാണിച്ചു. ഈ ആശയം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ന്യൂട്ടോണിയൻ ഭൗതികശാസ്ത്രത്തെ വെല്ലുവിളിച്ചു. ആണവോർജത്തെ, അതിന്റെ സാധ്യതകളും അപകടങ്ങളും മനസ്സിലാക്കുന്നതിനുള്ള അടിത്തറയിട്ടു. ഐൻസ്റ്റീൻ ശാസ്ത്രജ്ഞൻ മാത്രമായിരുന്നില്ല, അദ്ദേഹം മികച്ച വയലിനിസ്റ്റ് ആയിരുന്നു. സംഗീതം സർഗാത്മകതയ്ക്ക് ഊർജം പകരുകയും പ്രശ്നങ്ങളെ അതുല്യമായ കോണുകളിൽ നിന്ന് സമീപിക്കാൻ സഹായിക്കുകയും ചെയ്തുവെന്ന് അദ്ദേഹം വിശ്വസിച്ചു. അക്രമത്തെ എതിർത്ത ഐൻസ്റ്റീൻ 1ാം ലോക മഹായുദ്ധത്തിനെതിരെ സംസാരിക്കുകയും പിന്നീട് താൻ അഴിച്ചുവിടാൻ സഹായിച്ച വിനാശകരമായ ശക്തിയെ ഭയന്ന് ആണവ നിരായുധീകരണത്തിനായി വാദിക്കുകയും ചെയ്തു. ഇന്ന് അതിഥിയായി നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ വിദ്യാലയത്തിലെ ഫിസിക്സ് അധ്യാപികയായിരുന്ന, ഇപ്പോൾ നെടുങ്ങോം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹെഡ് മിസ്ട്രസ് ആയ ശ്രീമതി PN ഗീത ടീച്ചറാണ്. എല്ലാവർക്കും നമസ്കാരം. വിദ്യാഗീതം സ്കൂൾ റേഡിയോയിലെ കൂട്ടുകാർക്ക് എൻ്റെ സ്നേഹാശംസകൾ. ഇന്ന് ആൽബർട്ട് ഐൻസ്റ്റീന്റെ ഓർമ്മദിനത്തിൽ മഹാനായ ആ പ്രതിഭാശാലിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോടൊപ്പം സംസാരിക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ശാസ്ത്ര ചരിത്രത്തിൽ ഏറ്റവും മഹത്തരമായ വ്യക്തികളിൽ ഒരാളാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ.
മനുഷ്യന്റെ ചിന്താഗതിയെ തന്നെ മാറ്റിമറിച്ച അദ്ദേഹത്തിന്റെ സിദ്ധാന്തങ്ങളും കണ്ടുപിടുത്തങ്ങളും ഇന്ന് ലോകത്തെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുകയാണ്. ആധുനിക ഭൗതിക ശാസ്ത്രത്തിന്റെ പിതാവായി അറിയപ്പെടുന്ന ഐൻസ്റ്റീൻ തന്റെ അസാമാന്യ ബുദ്ധിശക്തിയാൽ ശാസ്ത്രലോകത്ത് അമരത്വം നേടി. 1879 മാർച്ച് 14 ജർമ്മനിയിലെ ഐൻസ്റ്റീൻ ജനിച്ചത്. ബാല്യകാലത്ത് സംസാരിക്കാൻ കുറച്ച് താമസിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ ചിന്താശേഷി അസാധാരണമായിരുന്നു. ഐൻസ്റ്റീന്റെ ബാല്യം വളരെ പ്രത്യേകതയുള്ളതായിരുന്നു. സാധാരണ കുട്ടികളെ പോലെ കളികളിൽ താല്പര്യമില്ലാതെ അദ്ദേഹം ചിന്തയിലും നിരീക്ഷണത്തിലും സമയം ചെലവഴിച്ചു. ഒരു ചെറിയ കോമ്പസ് കണ്ടപ്പോൾ സൂചി എപ്പോഴും ഒരേ ദിശയിൽ തിരിയുന്നതിനെ കുറിച്ച് അദ്ദേഹത്തിന് വലിയ ആശ്ചര്യം തോന്നി. ഇത് അദ്ദേഹത്തിന്റെ ശാസ്ത്രീയ ചിന്തയുടെ തുടക്കമായി. അദ്ദേഹം അധികമായി ഒറ്റയ്ക്കിരുന്നും ചിന്തിച്ചും സമയം ചിലവഴിച്ചിരുന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ ഉള്ളിലെ സൃഷ്ടിപരമായ കഴിവുകൾ വളരെ ശക്തമായിരുന്നു. കുട്ടിക്കാലം മുതൽ തന്നെ ഗണിതത്തിലും ശാസ്ത്രത്തിലും ആകർഷണം കാണിച്ചിരുന്ന ഐൻസ്റ്റീൻ പിന്നീട് സ്വിറ്റ്സർലൻഡിലെ സ്വിസ് ഫെഡറൽ പോളിടെക്നിക്കിൽ പഠനം നടത്തി. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സംഭാവനകളിൽ ഒന്നാണ് ആപേക്ഷികതാ സിദ്ധാന്തം അഥവാ തിയറി ഓഫ് റിലേറ്റിവിറ്റി. ഈ സിദ്ധാന്തം 2 ഭാഗങ്ങളായി വേർതിരിക്കുന്നു. പ്രത്യേക ആപേക്ഷികത അഥവാ സ്പെഷ്യൽ റിലേറ്റിവിറ്റിയും പൊതുവായ ആപേക്ഷികത അഥവാ ജനറൽ റിലേറ്റിവിറ്റിയും. പ്രത്യേക ആപേക്ഷികത പ്രകാരം സമയം, സ്ഥലം എന്നിവ സ്ഥിരമല്ല. അവ സഞ്ചാര വേഗത്തിനനുസരിച്ച് മാറുന്നതാണ്. ഇതിന്റെ പ്രശസ്തമായ സമവാക്യമാണ് E=mc² എന്നത്. ഈ സമവാക്യം ഊർജവും ദ്രവ്യവും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കുന്നു. ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ശാസ്ത്രീയ സമവാക്യങ്ങളിൽ ഒന്നായി ഇത് കണക്കാക്കപ്പെടുന്നു. 1921 ഐൻസ്റ്റീൻ ഫോട്ടോ ഇലക്ട്രിക് പ്രതിഭാസം അഥവാ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് സംബന്ധിച്ച തന്റെ വിശദീകരണത്തിന് നോബൽ പ്രൈസ് നേടി. ഇത് ക്വാണ്ടം ഭൗതിക ശാസ്ത്രത്തിന്റെ വളർച്ചയ്ക്ക് അടിത്തറയിട്ട ഒരു മഹത്തായ കണ്ടെത്തലായിരുന്നു. ഈ കണ്ടുപിടുത്തം മൂലം പ്രകാശത്തിന്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള ധാരണകളിൽ വലിയ മാറ്റം സംഭവിച്ചു. ജർമ്മനിയിലെ രാഷ്ട്രീയ സാഹചര്യം മോശമായപ്പോൾ, പ്രത്യേകിച്ച് 2ാം ലോക മഹായുദ്ധത്തിന്റെ കാലഘട്ടത്തിൽ ഐൻസ്റ്റീൻ അമേരിക്കയിലേക്ക് കുടിയേറി. അവിടെ അദ്ദേഹം ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡിയിൽ ജോലി ചെയ്തു. സദാ ശാസ്ത്ര ഗവേഷണത്തിൽ മുഴുകിയിരുന്ന അദ്ദേഹം സമാധാനത്തിനും മനുഷ്യാവകാശങ്ങൾക്കും വേണ്ടി ശബ്ദമുയർത്തിയ വ്യക്തിയായിരുന്നു. ഐൻസ്റ്റീന്റെ വ്യക്തിത്വം വളരെ ലളിതമായിരുന്നു. ലോകപ്രശസ്തനായിരുന്നിട്ടും അദ്ദേഹം വളരെ സാധാരണ ജീവിതമാണ് നയിച്ചത്. അദ്ദേഹത്തിന്റെ ചിന്തകളിലും പ്രവൃത്തികളിലും മനുഷ്യസ്നേഹവും സമാധാനവും നിറഞ്ഞു നിന്നിരുന്നു. ഐൻസ്റ്റീന്റെ കണ്ടെത്തലുകൾ പല മേഖലകളിലും സ്വാധീനം ചെലുത്തി. ആണവോർജം, ബഹിരാകാശ ഗവേഷണം, GPS സാങ്കേതിക വിദ്യ, ലേസർ സാങ്കേതിക വിദ്യ, സോളാർ എനർജി, ഇന്നത്തെ നിരവധി സാങ്കേതിക വിദ്യകൾക്ക് അദ്ദേഹത്തിന്റെ സിദ്ധാന്തങ്ങൾ അടിത്തറയാണ്. ഐൻസ്റ്റീൻ ക്വാണ്ടം ഫിസിക്സിലും വലിയ സംഭാവനകൾ നൽകി. ഫോട്ടോ ഇലക്ട്രിക് പ്രതിഭാസത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വിശദീകരണം പ്രകാശം കണങ്ങളായി, അതായത് ഫോട്ടോണുകളായി പെരുമാറുന്നു എന്ന് തെളിയിച്ചു. ഇതിനാണ് 1921 അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിച്ചത്. ശാസ്ത്ര ചരിത്രത്തിലെ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തികളിൽ ഒരാളാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ. ഭൗതികശാസ്ത്രത്തിന്റെ അടിസ്ഥാന ധാരണകളെ തന്നെ മാറ്റിമറിച്ച അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകൾ മനുഷ്യരാശിയുടെ പുരോഗതിയിൽ വൻ പങ്കുവഹിച്ചു. ഇതോടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ശബ്ദസംയോജനം, നിർവഹണം രാജീവ് MK. കൂടുതൽ അറിവുകളും വിശേഷങ്ങളുമായി ഞങ്ങൾ വീണ്ടും എത്തും. അതുവരെ വിദ്യാഗീതത്തിന്റെ പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.